നമസ്തേ, ഞാൻ ഇല്ലം കൗൺസിലിംഗ് ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിന്റെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കുട്ടികൾ ഡെവലപ്പ് ചെയ്യേണ്ട പ്രീ മാത്തമാറ്റിക്കൽ സ്കിൽസിനെ കുറിച്ചാണ്. കുട്ടികളെ വളരെ എളുപ്പത്തിൽ എങ്ങനെ നമ്പർ സ്കിൽസ് പഠിപ്പിക്കാം, നമ്പർ സ്കിൽ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കുട്ടിയെ സിംഗിൾ ഡിജിറ്റ് അഡീഷൻ, അതായത് സിംഗിൾ ഡിജിറ്റ് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കുട്ടി പഠിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് കുട്ടി പഠിച്ചിരിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിരുന്നാലാണ് കുട്ടിക്ക് സിംഗിൾ ഡിജിറ്റ് അഡീഷൻ പോലുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. കുട്ടികളെ നമ്പർ സ്കിൽ പഠിപ്പിക്കുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കുട്ടികളെ റോട്ട് കൗണ്ട് ചെയ്യിപ്പിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. അതായത് തുടർച്ചയായി കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കുക. അതിനുശേഷം അടുത്തതായി ചെയ്യേണ്ടത് നമ്പർ സോർട്ട് ചെയ്യാനും നമ്പർ മാച്ച് ചെയ്യാനുമാണ്. അതിനുശേഷം വരുന്നതാണ് നമ്പർ ഐഡന്റിഫിക്കേഷൻ. കുട്ടികളെ നമ്പർ ഐഡന്റിഫിക്കേഷൻ പഠിപ്പിക്കുമ്പോൾ അവർക്ക് 2 ചോയ്സ് ഓപ്ഷനും 3 ചോയ്സ് ഓപ്ഷനും എന്ന രീതിയിലായിരിക്കണം നമ്പർ ഐഡന്റിഫിക്കേഷൻ അവരെ പഠിപ്പിക്കേണ്ടത്. അടുത്തതായാണ് നമ്മൾ കുട്ടികളെ നമ്പർ റൈറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നത്. കുട്ടികളെ ഓർഡറിലാണ് നമ്മൾ നമ്പേഴ്സ് പഠിപ്പിക്കുന്നതെങ്കിൽ അവർക്ക് നമ്പർ സ്കിൽ അച്ചീവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിനായി സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് മാത്രമാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ, ഉദാഹരണമായി 1 മുതൽ 5 വരെയോ അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സാണ് കുട്ടികളെ പഠിപ്പിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് തന്നെ കുട്ടികളെ റൈറ്റ് ചെയ്യാനും പഠിപ്പിക്കുക. അതിന് ആദ്യമായി നമ്പർ റൈറ്റിങ്ങിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് ഓർഡർ റൈറ്റിംഗ് ആണ്. 1, 2, 3, 4, 5 ഈ രീതിയിലാണ് ഓർഡർ റൈറ്റിംഗ് കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കേണ്ടത്. അടുത്തതായി വരുന്നതാണ് റാൻഡം റൈറ്റിംഗ്. അതായത് ഓർഡർ ലെസ്സായി കുട്ടികളെ നമ്പർ എഴുതാൻ പഠിപ്പിക്കുക. 3, 2, 4, 1, 5 ഈ രീതിയിൽ കുട്ടികളെ നമ്മൾ നമ്പേഴ്സ് പഠിപ്പിച്ചു കഴിയുമ്പോൾ ഓർഡർ ലെസ്സായിട്ടും ഓർഡറിലും കൃത്യമായി കുട്ടികൾ നമ്പർ എഴുതാൻ പഠിച്ചിരിക്കണം. ഇതിൽ മൂന്നാമതായി വരുന്ന സ്റ്റെപ്സ് ആണ് മിസ്സിംഗ് നമ്പേഴ്സ്. ഇതേ രീതിയിൽ മിസ്സിംഗ് ആയി നമ്പേഴ്സ് കൊടുക്കുകയും കുട്ടികളെ കൊണ്ട് ഇത് എഴുതാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് മിസ്സിംഗ് നമ്പേഴ്സ്. ഈ 3 സ്റ്റെപ്സുമാണ് നമ്പർ റൈറ്റിംഗിൽ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കേണ്ടത്. അടുത്തതായി കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ് ആഫ്റ്റർ നമ്പറും ബിഫോർ നമ്പറും. ബിഫോർ നമ്പറാണ് രണ്ടാമത്തെ സ്റ്റെപ്സ് ആയിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. കാരണം ബിഫോർ നമ്പർ എപ്പോഴും കുട്ടികൾക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആദ്യത്തെ സ്റ്റെപ്സ് ആണ് ആഫ്റ്റർ നമ്പർ. അതിനായി ഇതേപോലെ ബോക്സ് വരച്ച് കുട്ടികൾക്ക് നമ്പർ എഴുതി കൊടുക്കുകയും, ഇപ്പം 3 ഉദാഹരണമായി 3 എന്ന് പറയുന്ന നമ്പറാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളെങ്കിൽ അതിൻ്റെ ശേഷം വരുന്ന നമ്പർ, അതിന് അടുത്തതായി വരുന്ന നമ്പർ ഏതാണെന്നുള്ളത് കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുക. അതാണ് ആഫ്റ്റർ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി വരുന്നതാണ് ബിഫോർ നമ്പർ. അതായത് ഉദാഹരണമായി 4 എന്ന നമ്പറാണ് ഈ ബോക്സിനകത്ത് എഴുതിയിരിക്കുന്നത്. 4 മുമ്പ് വരുന്നത് ഏത് സംഖ്യയാണെന്നുള്ളത് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കുകയും അവരെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് ബിഫോർ നമ്പർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഫോർ നമ്പറും ആഫ്റ്റർ നമ്പറിന് ശേഷമാണ് ബിറ്റ്വീൻ നമ്പേഴ്സ് വരുന്നത്. ഉദാഹരണം 2, 4 ഈ 2 നമ്പേഴ്സ് എഴുതിയിരിക്കുകയാണ്. ഇതിൽ നടുവിലായി വരുന്ന നമ്പറാണ് ബിറ്റ്വീൻ നമ്പർ. ആഫ്റ്റർ നമ്പറും ബിഫോർ നമ്പറും പഠിച്ചൊരു കുട്ടിക്ക് തീർച്ചയായും ബിറ്റ്വീൻ നമ്പറും എഴുതാൻ പറ്റുന്നതാണ്. നമ്പർ റൈറ്റിംഗിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന മറ്റൊരു സ്റ്റെപ്സ് ആണ് പിക്ചർ കൗണ്ടിങ്. അതായത് ഇതേപോലെ ഏതെങ്കിലും 4 പിക്ചേഴ്സ് വരച്ചു കൊടുക്കുകയും ആ പിക്ചേഴ്സ് കൗണ്ട് ചെയ്ത് കുട്ടിയെ കൊണ്ട് കൃത്യമായി നമ്പർ എഴുതാൻ പഠിപ്പിക്കുകയും ചെയ്താണ് പിക്ചർ കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ വരുന്ന മറ്റൊരു സ്റ്റെപ്സ് ആണ് നമ്പർ എഴുതിയിട്ട് കുട്ടിയെ കൊണ്ട് ഇതേ രീതിയിൽ പിക്ചേഴ്സ് വരപ്പിക്കുകയോ അല്ലെങ്കിൽ സിമ്പിൾ ഇടാനോ കുട്ടിയെ പഠിപ്പിക്കുക. 2 എന്ന നമ്പർ ആണെങ്കിൽ 2 ഈ രീതിയിൽ സിമ്പിൾ ഇടാൻ കുട്ടിയെ പഠിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതിന് ശേഷം കുട്ടിക്ക് സിംഗിൾ ഡിജിറ്റ് അഡീഷനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷനോ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയാണ് പിക്ചർ കൗണ്ടിങ്ങും നമ്പർ കൊടുത്തിട്ട് സിമ്പിൾ എഴുതാനുള്ള രീതിയിലും കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. ഒരു കുട്ടിയെ പൂർണ്ണമായും നമ്പർ സ്കിൽ പഠിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടി കൗണ്ട് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ മാത്രം പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. നമ്പേഴ്സിൽ തന്നെ പല വിധത്തിലുള്ള
ആയിട്ടുള്ള നമ്പേഴ്സ് ന്യൂമറിക്കൽ ആയിട്ടുള്ള പല ആക്ടിവിറ്റീസും ഉണ്ട്. ഈ ആക്ടിവിറ്റീസ് എല്ലാം കുട്ടി പഠിച്ചെങ്കിൽ മാത്രമേ കുട്ടി നമ്പർ സ്കിൽ അച്ചീവ് ചെയ്തു എന്ന് പറയാൻ നമുക്ക് സാധിക്കൂ. കുട്ടികളെ നമ്പർ സ്കിൽ പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.